ചേർന്നുയർത്തിയാട്ടെ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലും ആ നല്ല കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ പറയും, ഞാൻ തനിച്ചല്ല, എന്നോട് കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ കൂടെ ഉണ്ട്. പലരും നമ്മളോട് ചോദിക്കാം, നീ തനിച്ചിറങ്ങി, നിനക്കാരുണ്ട് നിന്റെ കൂടെ, എന്താ ഇത്ര ധൈര്യമെന്ന്? ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്, ഗോലിയാത്തെ, നിന്റെ ആയുധങ്ങൾ ഈ വാളും കുന്തവും ഒക്കെ ആയിരിക്കാം, പക്ഷെ നിനക്ക് കാണാൻ കഴിയാത്തൊരായുധം എനിക്കുണ്ട്. ആ ആയുധത്തെ തോൽപ്പിക്കാൻ ഇന്നേ വരെ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ആ ആയുധം മറ്റൊന്നുമല്ല, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉയർത്തുന്ന എൻ്റെ ദൈവത്തിന്റെ നാമമാണ് എൻ്റെ ആയുധം. ഇന്ന് പകൽ ആ ബോധ്യത്തോടെ ആ നാമത്തെ ഉയർത്തുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ പ്രിയ അഭിഷക്തൻ ഇവിടെ പറഞ്ഞതുപോലെ, ഈ നാമത്തെ ഉയർത്തുന്നവന്റെ അകത്തു നിന്ന് ഭയം ഇറങ്ങിപ്പോകും. ഈ നാമത്തെ ഉയർത്തുന്നവന്റെ അകത്തു നിന്ന് മരണത്തിന്റെ പേടി ഇറങ്ങിപ്പോകും. ഈ നാമത്തെ ഉയർത്തുന്നവന്റെ അകത്ത് ധൈര്യം നിറയും. ഈ നാമത്തെ ഉയർത്തുന്നവന്റെ അകത്തൊരു അസാധാരണമായ ശക്തി അവൻ നിറയും. ഇന്ന് പകൽ ഭയത്തോടെ, ഭീതിയോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശ്വസിക്കുന്നവർ നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ, ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എന്നേശുവല്ലാതെ എനിക്കാരുമില്ലായേ, ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, എന്നേശുവല്ലാതെ എനിക്കാരുമില്ല. മാറിപ്പോകുന്ന വാക്കുമാറ്റുന്ന ഒരു കൂട്ടം മനുഷ്യർ എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് വാക്കുമാറാത്ത വിശ്വസ്തനായ ദൈവം എന്റെ കൂടെയുണ്ടെന്ന് പറയുന്നത്. ഇന്ന് പകൽ ആരെങ്കിലും ഒക്കെ എനിക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് സ്വപ്നം കാണുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, മനുഷ്യൻ മാറിപ്പോകും, വാക്കുമാറും. പിതാവ് ദൈവം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്ന് പകൽ നീ ചെല്ലുന്നിടത്തു നിനക്ക് മുമ്പായി ആ സാന്നിധ്യം ചെല്ലും. ഇന്ന് പകൽ നീ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ആ സാന്നിധ്യം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഇന്ന് പകൽ നീ ശബ്ദം ഉയർത്തുന്നതിന് മുൻപ് ആ സാന്നിധ്യം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. നീ ചിലത് ആരംഭിക്കുന്നതിന് മുൻപ് അവൻ ചിലത് നിനക്ക് വേണ്ടി ചെയ്തു കഴിയും. ആ സാന്നിധ്യം ഇന്ന് പകൽ ആത്മാർത്ഥമായ ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ സാന്നിധ്യത്തെ ഒന്ന് മുറുകെ പിടിച്ച്, സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ലായേ, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ
യേശുവല്ലാതെ എനിക്കാരുമില്ല. ജനം ചേർന്ന് ഓ ആരുമില്ല, എനിക്കാരുമില്ല. യേശുവല്ലാതെ എനിക്കാരുമില്ല. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, വേദനയിൻ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. കണ്ണുനീർ താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്, വേദനയിൻ ചൂളയതിൽ സാന്നിധ്യം. കണ്ണുനീർ താഴ്വര, കണ്ണുനീർ താഴ്വരയിൽ അത് ചോദിക്കുന്നവർ ശബ്ദമുയർത്തിയോ. വേദനയിൻ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്, ആരോരുമില്ലാതെ അലയുന്ന വേളയിൽ നിൻ സാന്നിധ്യം മതി എനിക്ക്. ആരുമില്ലാതെ ആരോരുമില്ലാതെ അലയുന്ന വേളയിൽ നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ല. നിൻ സാന്നിധ്യം, സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല. നീ കൂടെ പോരുന്നില്ലേ എനിക്കാരും. യേശുവേ നീ അല്ലാതെ ആരുമില്ല. എന്റെ യേശു അല്ലാതെ എനിക്കാരുമില്ല. ഓ ആരുമില്ല, എനിക്കാരുമില്ല. കഴിഞ്ഞ നാളുകളിൽ ആ യേശുവിന്റെ സ്നേഹം, ആ യേശുവിന്റെ സാന്നിധ്യം ആരുമില്ല, ആരുമില്ല, എനിക്കാരുമില്ല. ഓ എന്റെ ഏകാന്തതയിൽ, എന്റെ മരണത്തിഴലിന്റെ താഴ്വരയിൽ എനിക്ക് ശരണമായവനുള്ളതാ എന്റെ യേശുനാഥനേ. ഓ എന്റെ യേശുവല്ലാതെ എനിക്കാരുമില്ല. ഇന്ന് പകൽ യേശു വേണം. ഓരോ നിമിഷവും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ദൈവത്തിന്റെ സാന്നിധ്യം വേണം. നീ നാളുകളായി നിന്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി നീ കാത്തിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ബലം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഈ സാന്നിധ്യത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. പലവട്ടം നീ അപേക്ഷിച്ചിട്ട് തുറക്കാത്ത ചില വാതിലുകൾ ഇന്ന് പകൽ ഈ സാന്നിധ്യം നിനക്ക് വേണ്ടി തുറക്കും. ചില കഠിന ഹൃദയമുള്ളവരെ ഇന്ന് പകൽ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ ഈ സാന്നിധ്യം ചലിക്കും. നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം ഈ സാന്നിധ്യം മാറ്റും. ശാപം പിടിച്ചു കിടക്കുന്ന നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഇന്ന് പകൽ ഈ സാന്നിധ്യം മാറ്റും. ഈ സാന്നിധ്യം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് യേശു എന്നത് കേവലം ഒരു പേര് മാത്രമല്ല, അവന്റെ സാന്നിധ്യത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. Release His presence in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഇന്ന് പകൽ ആ സാന്നിധ്യം ഒന്ന് റിലീസ് ചെയ്ത് ആ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന് മോശ പ്രാർത്ഥിക്കുന്നത് പോലെ
ഇന്ന് പകൽ എത്ര പേർ പറയും ആ സാന്നിധ്യം വേണം? ഓ യേശുവേ, പത്മോസിനെ ഗതയിൽ സാന്നിധ്യം മതി എനിക്ക്, ഓരേബിനുന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്, പത്മോസിനെ ഗതയിൽ സാന്നിധ്യം മതി എനിക്ക്, ഓരേബിനുന്നതിയിൽ സാന്നിധ്യം. പത്മോസിലും ആ സാന്നിധ്യം, പത്മോസിനെ ഗതയിൽ സാന്നിധ്യം മതി എനിക്ക്, ഓരേബിനുന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്, ആരോരുമില്ലാതെ അലയുന്ന വേളയിൽ നിൻ സാന്നിധ്യം മതി എനിക്ക്. യേശുവേ, ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും നിൻ സാന്നിധ്യം മതി എനിക്ക്. ഓ, അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. പഠിക്കേ, അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. പഠിക്കേ, ഓ അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ ഓ സാന്നിധ്യം വേണമേ. യേശുവേ, അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ, നിൻ സാന്നിധ്യം വേണമേ. ഈ പ്രാർത്ഥനയും ഈ ആരാധനയും ഈ ശുശ്രൂഷകളുമൊക്കെ മടുത്തുപോയവർ ഇതിനകത്തുണ്ടെങ്കിൽ എവിടെയോ ആ സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നാണ് അർത്ഥം. ഇതിനകത്തിരിക്കുമ്പോഴും പാട്ടുപാടാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ആ സാന്നിധ്യം നഷ്ടമായി എന്നാണ് അർത്ഥം. ആ സാന്നിധ്യമുള്ളവന് കൈപ്പേറിയ അനുഭവവും മധുരമായി മാറും. ആ സാന്നിധ്യമുള്ളവൻ ഞെരുക്കത്തിലും വിശാലതയുടെ വാക്കുകൾ പറയും. ആ സാന്നിധ്യം അനുഭവിക്കുന്നവൻ ചെങ്ങലക്കകത്തു കിടന്നാലും അവൻ ദൈവത്തെ ഉയർത്തും. ആ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ വായിൽ നിന്ന് അസൂയയുടെ വാക്കുകൾ വരില്ല, പിറുപിറുപ്പിന്റെ വാക്കുകൾ വരില്ല. ആ സാന്നിധ്യമുള്ളവൻ സംതൃപ്തനാണ്, അവൻ തൃപ്തിയുള്ളവനാണ്. ഇന്ന് പകൽ ആ സാന്നിധ്യം പോലെ നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന മറ്റൊന്നും ഈ ഉലകത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും നിനക്ക് ദാഹിക്കും, പക്ഷെ നിന്റെ ദാഹം മാറുന്ന ഒരു ജീവജലം അതെനിക്ക് നൽകാൻ കഴിയും. പലരുടെയും ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത് നീ കാണുന്നുണ്ട്. പക്ഷെ നിന്റെ ലൈഫിൽ അത് നടക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽ കർത്താവ് നിന്നെ വിളിക്കുന്നു. ഒരു കേവലം ക്രിസ്ത്യാനി അല്ല, അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, അവന്റെ സാന്നിധ്യത്തെ തൊട്ടറിയാൻ. ഇന്ന് പകൽ ഇതിനകത്ത് ചില പുതിയ അനുഭവങ്ങൾ ചിലരുടെ ലൈഫിൽ കർത്താവ് നൽകുകയാണ്. ദൈവ സാന്നിധ്യവുമായിട്ടൊരു പുതിയ അനുഭവം, മടുത്തു പോകാത്തൊരു ബന്ധം, മുറിഞ്ഞു പോകാത്തൊരു ബന്ധം, ചൂടുള്ള ഒരു ബന്ധം.
സ്നേഹബന്ധം. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഇന്ന് പകൽ ചിലരെ യേശു തിരിച്ചു വിളിക്കുകയാണ്. നിന്റെ അകത്ത് പിശാച് പറഞ്ഞ എല്ലാ കള്ളത്തരവും ഇന്ന് പകൽ എടുത്തു കളഞ്ഞിട്ട് ഇന്ന് പകൽ നീ യേശുവിൽ വിശ്വസിക്കുക. അവന്റെ സാന്നിധ്യത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പകലായത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ അത് കാണുകയാണ്. അന്യഭാഷകളെ ദൈവജനം ആരാധിച്ച് ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചിലർ സെൻസ് ചെയ്യുകയാണ്. ദൈവ സാന്നിധ്യം ചിലർ അനുഭവിക്കുകയാണ് ഇതിനകത്ത്. അതിന്റെ മാഹാത്മ്യം ഇന്ന് പകൽ ചിലർ അറിയുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ ആ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കും. രോഗത്തിന് വാഴാനുള്ളതല്ല നിന്റെ ശരീരം. ദൈവ സാന്നിധ്യത്തിന് നിറയാനുള്ളതാണ് നിന്റെ ശരീരം. നിന്റെ ശരീരം ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന മന്ദിരമാണ്. വിട്ടുകൊടുക്കരുത്. നിന്റെ ഹൃദയം വിട്ടുകൊടുക്കരുത്. നിന്റെ ശരീരം വിട്ടുകൊടുക്കരുത്. പാപത്തിന്, രോഗത്തിന്, ശത്രുവിന്റെ ആയുധ പുരകളായി നിന്റെ ശരീരം മാറരുത്. ദൈവം മഹത്വം ഇറങ്ങേണ്ടതിന് ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം ദൈവജനം ഒന്ന് ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് കർത്താവേ, ഇന്ന് പകലൊരു വിടുതലിന്റെ പകലായി മാറട്ടെ. ഇതിനകത്ത് ദൈവ മഹത്വം ഇറങ്ങുന്ന പകലായി മാറട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് പകൽ ചിലരെ പരിശുദ്ധാത്മാവ് വലിച്ചു കൊണ്ടുപോകുന്ന പകലായി മാറട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് നമുക്ക് ചിലർ ഇറങ്ങട്ടെ. അതിരുകളില്ലാതെ, അളവുകളില്ലാതെ പകരണമേ എന്നിൽ തിരുസാന്നിധ്യം. അതിരുകളില്ലാതെ, അളവുകളില്ലാതെ പകരണമേ എന്നിൽ തിരുസാന്നിധ്യം. ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് അങ്ങനെയൊന്ന് പറയാനുണ്ടോ? മതിയെന്ന് പറഞ്ഞവർ അവിടെ നിൽക്കട്ടെ, മതിയെന്ന് പറഞ്ഞവർ മാറി നിൽക്കട്ടെ. എന്നാൽ ഇതിനകത്ത് അതിരുകളില്ലാതെ, അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. ഇന്നലത്തേക്കാൾ അധികമായി, അധികമായി, അധികമായി നിൻ സാന്നിധ്യം വേണം.
ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ആത്മാവിൽ പോരാടിയവർ ഇതിനകത്തുണ്ട്. മുറിവേറ്റ ആമേൻ ആമേൻ പടയാളികൾ ഇതിനകത്തുണ്ട്. മുറിവേറ്റ നിന്നോട് ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കാൻ പറയുന്നു, വീണ്ടും എഴുന്നേൽക്കാൻ പറയുന്നു. ഇന്ന് മകൾ വീണ്ടും ആത്മശക്തിയിൽ നിന്നോട് എഴുന്നേൽക്കാൻ പറയുന്നു. മുറിവേറ്റവർ ഇന്ന് പകൽ വീണ്ടും എഴുന്നേൽക്കാൻ, വീണുപോയവർ ഇന്ന് പകലും എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. അവൻ ബലമില്ലാത്തവർക്ക് ബലം പകരുന്നു. ആത്മാവിൽ ക്ഷീണിച്ചു പോയവർ ഇതിനകത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് ആ കരം ഉയർത്തി പറഞ്ഞ്, എനിക്ക് അധികമായി 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 നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വായിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ വന്ന അന്യഭാഷയുടെ ശക്തി. ചിലരുടെ വായികളിൽ അതിപ്പോൾ ഒന്നോ രണ്ടോ മാത്രമായി അവശേഷിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ആത്മാവിൽ അന്യഭാഷകളിൽ പോരാടി പ്രാർത്ഥിച്ചതുപോലെ വീണ്ടും പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയാണ്. എഴുന്നേൽക്ക, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് രാജ്യങ്ങളെ ഇളക്കുന്നതാണ്, അത് ഭൂതലത്തെ ഇളക്കുന്നതാണ്. എന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ആളുകളുടെ ഉപദേശം കൊണ്ട് വന്നതല്ല, ദൈവ സാന്നിധ്യത്തിൽ സംഭവിച്ചതാണ്. ആളുകൾ ഉപദേശിക്കുന്നവന് ആളുകളുടെ മുമ്പിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ നല്ല പിള്ള ചമയാം, അഭിനയിക്കാം. പക്ഷെ സാന്നിധ്യം അനുഭവിച്ചവൻ അഭിനയിക്കാൻ അറിയത്തില്ല, അവൻ അഭിനയിക്കാൻ പറ്റത്തില്ല. അവന്റെ സ്വഭാവം ദൈവിക സ്വഭാവമായി മാറും, അവൻ ആത്മാവിന്റെ സ്വഭാവമുള്ളവരായി മാറും. പറ, ഇന്ന് പകൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ട്, ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിനി അഭിനയിക്കണ്ട. നമ്മിൽ ഒരാഴമായ മാറ്റം വരട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്തോ ആ ബ്രദർ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞപ്പം എന്തോ അകത്തൊരു സമാധാനം എനിക്ക് തോന്നി. ആ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് എന്റെ അകത്തൊരു വലിയ മാറ്റം ഞാൻ അനുഭവിച്ചു. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിന്റെ ശബ്ദം അനേകർക്ക് അനുഗ്രഹമായി മാറേണ്ടതിന് നിന്റെ കരങ്ങൾ അനവധി വ്യാധികളെ പൊറുപ്പിക്കേണ്ടതിന് വേണ്ടത് നമ്മുടെ ശക്തിയല്ല, വേണ്ടത് നമ്മുടെ അറിവല്ല, ലോകത്തെങ്ങുമില്ലാത്ത മരുന്നിന്റെ പേര് കണ്ടുപിടിക്കാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ. ഒന്ന് എഴുന്നേറ്റേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. നമ്മുടെ അവസ്ഥകൾ മാറുകയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിയുടെ ഭാഷ മാറും, അവരുടെ സംസാര ശൈലി മാറും, അവരുടെ ബന്ധങ്ങൾ മാറും, അവരിലൊരു മാറ്റമുണ്ടാകും, അവരിലൊരു സെപ്പറേഷൻ ഉണ്ടാകും, ഒരു വേർപാട് സംഭവിക്കും. ഇന്ന് പകൽ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്?
അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ ആ സാന്നിധ്യം. ഓ അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ ആ സാന്നിധ്യം. മുറിഞ്ഞവർ പാടിക്കേ, ഇന്ന് പകൽ ആ സാന്നിധ്യം വരട്ടെ. അതിരുകളില്ലാതെ ഓ അളവുകളില്ലാതെ പകരണമേ എന്നിൽ ആ സാന്നിധ്യം മുറിവുകൾ ഉണക്കുകയാണ്. അതിരുകളില്ലാതെ പകരണമേ ഓ ആ സാന്നിധ്യം. ഓ അധികമായ സാന്നിധ്യം വേണമേ. അധികമായ അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി ഓ അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. ഓ അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അതിരുകളില്ലാതെ ഓ അളവുകളില്ലാതെ പകരണമേ എന്നിൽ ആ സാന്നിധ്യം. ഓ അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. ഓ അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. ഈ സാന്നിധ്യത്താൽ നിറഞ്ഞവർ, ഈ അഭിഷേകത്താൽ നിറഞ്ഞവർ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ അതിനെ പ്രാപിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ അതിനാൽ നിറയും. നിന്നിൽ അഭിഷേകം ഉണ്ടോ എന്ന് തപ്പി നോക്കേണ്ട വരത്തില്ല. വക്ക് കവിഞ്ഞൊഴുകുന്നത് പോലെ, ഒരു പാത്രത്തിന്റെ വക്ക് കവിഞ്ഞൊഴുകുന്നത് പോലെ നിന്നിൽ നിന്ന് അഭിഷേകം, നിന്നിൽ നിന്ന് സാന്നിധ്യം ഒഴുകും. അതുകൊണ്ട് ഈ കർത്താവിന്റെ നാമത്തെ ഇനി ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു വ്യക്തിയെങ്കിലും, എന്റെ അയൽപക്കക്കാരൻ ഒരാളെങ്കിലും എന്നിലൂടെ ഈ കർത്താവിനെ ഒന്ന് അറിയണം. അവർക്ക് ഈ കർത്താവിങ്കിലേക്കൊന്ന് തിരിയാൻ ഞാനൊരു വഴികാട്ടിയായി മാറണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഉയരത്തിൽ ചെല്ലുമ്പം ഒരു പേരെങ്കിലും, എന്നിലൂടെ ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ, അതിന്റെ പ്രതിഫലം പ്രാപിക്കാൻ ഇതിനകത്ത് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകൽ അതിന് ആത്മശക്തി ആവശ്യമാണ്. നമ്മുടെ വാക്കുകളിൽ ആത്മശക്തി സംഭവിച്ചേ പറ്റൂ. നമ്മുടെ അഭിഷക്തൻ ശുശ്രൂഷിക്കുന്ന ഓരോ കൺവെൻഷൻ വേദികളെയും
തികച്ചും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും ഒക്കെ ഈ ലോകമെമ്പാടും എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും അത് അനുഗ്രഹം. പക്ഷെ അതിലെല്ലാം ഉപരി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അഭിഷക്തൻ മെസ്സേജ് കൊടുത്തിട്ട് ഈ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ കുറഞ്ഞത് 10 പേര്. കുറഞ്ഞത്. ഇന്നലെ കുവൈറ്റിൽ വളരെ അതിശക്തമായി അഭിഷക്തനെ കർത്താവ് ഉപയോഗിക്കുകയാണ്. അഭിഷക്തനിലൂടെ അത് പറയുമ്പോൾ 10 പേരെങ്കിലും കർത്താവിന് വേണ്ടി കരങ്ങൾ ഉയർത്തുന്നെങ്കിൽ അതാണ് അഭിഷേകം, അതാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്ന അനോയിന്റിംഗ്. അനേകർ കർത്താവിലേക്ക് വരണം, ഈ ദേശം രക്ഷിക്കപ്പെടണം, ഈ കൊട്ടാരക്കര പട്ടണം വിടുവിക്കപ്പെടണം. ആരാധിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾ തിങ്ങി പാർക്കുന്ന ദേശം എന്ന പേരിൽ ഈ കൊട്ടാരക്കര അറിയപ്പെടണം. പേരുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ ദൈവാസനെ. കൊട്ടാരക്കര അങ്ങനെയൊക്കെ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഓ, ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. എത്ര പേരുണ്ട് ഈ നാമത്തെ ഉയർത്താൻ? കരങ്ങളെ തട്ടി കർത്താവിനെ നന്ദിയോടെ ഹല്ലേലൂയ. ആരാധിപ്പാൻ യോഗ്യനേ, ആരിലും ഉന്നതനേ, ആരാധിക്കുന്ന അങ്ങയെ, ആദ്യനും അന്ത്യനുമേ. ആരാധിപ്പാൻ യോഗ്യനേ, ആരിലും ഉന്നതനേ, ആരാധിക്കുന്ന അങ്ങയെ, ആദ്യനും അന്ത്യനും. ഞങ്ങൾ വാഴ്ത്തിടും, ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഉയർത്തുവാൻ യേശു കൂടെയുള്ളതിനാൽ ഭയമില്ല തെല്ലുമേ. വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കിയാലും വിടുവിക്കും അവൻ എന്നെ. ഉയർത്തുവാൻ യേശു കൂടെയുള്ളതിനാൽ ഭയമില്ല തെല്ലും. വീഴ്ത്തുവാൻ ശത്രു കെണിയോ വിടുവിക്കും എന്റെ യേശു. ഞങ്ങൾ വാഴ്ത്തും, ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ആരാധിക്കും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ഓ, ഞങ്ങൾ വാഴ്ത്തിയിടും യേശുവേ. ഞങ്ങൾ വാഴ്ത്തിയിടും, ഞങ്ങൾ വണങ്ങിയിടും, ഞങ്ങൾ ഉയർത്തും നിൻ നാമത്തെ. ആരാധിക്കാം ദൈവ കുഞ്ഞാടിനെ, യാഗമായി തീർന്നവനെ. ക്രൂശിൽ നമ്മെ വീണ്ടെടുത്തവനെ, ഉയർത്തെഴുന്നേറ്റവനെ. ആരാധിക്കാം ദൈവ കുഞ്ഞാടിനെ, യാഗമായി തീർന്നവനെ. ക്രൂശിൽ നമ്മെ വീണ്ടെടുത്തവനെ, ഉയർത്തെഴുന്നേറ്റവൻ. അതുകൊണ്ട് ഞങ്ങൾ വാഴ്ത്തിയിടും, വണങ്ങിയിടും, ഞങ്ങൾ
ശബനം തേരുന്നത്. ഓ ഞങ്ങൾ ഉയർത്തുന്നേ നാമത്തെ, ഞങ്ങൾ ഉയർത്തുന്നേ നാമത്തെ, ഞങ്ങൾ ഉയർത്തുന്നേ നാമത്തെ. ഉയർത്താം. ഞങ്ങൾ ഉയർത്തുന്നേ നാമത്തെ, ഞങ്ങൾ ഉയർത്തുന്നേ നാമത്തെ, ഞങ്ങൾ ഉയർത്തുന്നേ നാമത്തെ, ഞങ്ങൾ ഉയർത്തുന്നേ ശബലം തുരവേദന ഉടമാലകരം തരതീരവനം ശകലം തുരവാലകരെ അലവക്ഷകനം തുരവേദന. ഞങ്ങൾ വണങ്ങുന്നു, ഞങ്ങൾ ഉയർത്തുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മാറാബാനി കബാന ശതമാന വൈദജന ദീനമാന ഓരിക കബന ജഗന രഗദ വിലമ രഗദ 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 ഉതബ രഗദ 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 ശമന രഗദ രഗദ ജഗന ദുരവ ജഗന രഗദ ജഗന ഓ യുദല മശാന ഓ സാന്നിധ്യം അന്യഭാഷകളിൽ ദൈവജനം സ്തുതിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ ലജ്ജ തോന്നരുത്, മടുത്തു പോകരുത്. അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മടി കാണിക്കരുത്. നിന്റെ മൂർച്ച കൂടുകയാണ്, നിന്റെ ശക്തി വർദ്ധിക്കുകയാണ്, നീ ആത്മ മനുഷ്യനായി മാറുകയാണ്.
പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ നിറം മാറുന്നതും, നിന്റെ മേൽ ഒരു കനൽ പോലെ നീ കത്തിക്കയറുന്നത് പൈശാചിക മണ്ഡലങ്ങൾ കാണുകയാണിപ്പോ. നിന്റെ വീട്ടുപേര് പിശാചിന് പേടിയില്ല, നിന്റെ കഴിവിന് പിശാചിന് പേടിയില്ല. പക്ഷെ നിന്റെ അകത്ത് കിടക്കുന്ന അത്യന്ത വ്യാപാര ശക്തിയെ അവന് പേടിയാണ്. ഹോ ഹോ ഹോ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഈ അളവച്ച ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകർന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. Oh, Yeshua, ആരാധന തീർന്നടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. പക്ഷെ ഒരു 2 സ്തോത്രവും കൂടെ കൂടുതൽ പറയണമെന്ന് തോന്നിയാ പറഞ്ഞിട്ടേ ഇരിക്കാവൂ. ഒന്നും കൂടെ ഒന്ന് കൈ അടിക്കണമെന്ന് തോന്നിയാ കൈ അടിച്ചിട്ടേ ഇരിക്കാവൂ. ഒന്നും കൂടെ ഒന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണമെന്ന് തോന്നിയാ അത് ചെയ്തിട്ടേ ഇരിക്കാവൂ ഇതിനകത്ത്. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദി തുറക്കാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദി തുറക്കാം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ജീവൻ തുറക്കനാഥ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു. യൗവനക്കാരൊന്ന് ചേർന്ന് പാടിക്കേ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവ് പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവ് അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാണ്.